ഹായ് വെൽക്കം ടു അബി സൊല്യൂഷൻ. നമ്മൾ ഡെയിലി പലതരം മൊബൈൽ സ്കാമുകൾക്ക് അതായത് തട്ടിപ്പുകൾക്ക് ഇരയാവുന്ന ആളുകളാണ് അല്ലേ. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്ക് വരുന്ന പലതരം മെസ്സേജുകൾ, ആ മെസ്സേജിലുണ്ടാവും ഒരു ലിങ്ക്, ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ അപ്ലിക്കേഷന്റെ ലിങ്ക് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. അപ്പം നമ്മൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും സാധിക്കും എന്നുള്ളതൊക്കെ വരും. അങ്ങനെയാണ് നമുക്ക് പല ബാങ്കിങ് തട്ടിപ്പുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഇരയാവുന്നത്. അപ്പോൾ ഇതിന്നൊക്കെ രക്ഷപ്പെടാൻ നല്ലൊരു മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം ഓൺ ദി സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്ന് ആദ്യം തന്നെ കാണാനും ലൈക്ക് ചെയ്യാനും സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും പിന്നെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മൊബൈൽ ഹോം പേജിൽ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ കാണിച്ചു തരാം. വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. മെസ്സേജസ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യാണ്. നമ്മുടെ മെസ്സേജസ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് വരുന്ന പല കമ്പനീസിൽ നിന്ന് നമുക്ക് വരുന്ന പലതരം മെസ്സേജുകൾ നമുക്ക് കാണും. അതിൽ കുറേ ഹൈപ്പർ ലിങ്കുകൾ കാര്യങ്ങളൊക്കെ നമുക്കതിൽ കാണും. കുറേ വെബ്സൈറ്റിൻ്റെ ലിങ്കുകൾ, അതുപോലെ തന്നെ നമുക്ക് ഓരോ ആപ്ലിക്കേഷൻ്റെ ലിങ്ക്, ഇതൊക്കെ നമുക്ക് കാണാം അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഇവിടെ ഒരു ലിങ്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള പല ലിങ്കുകൾ നമുക്ക് വരാറുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാനൊക്കെ വേണ്ടി പറഞ്ഞിട്ട് നമ്മളോട് പറയാറുണ്ട്. ചിലതൊക്കെ നമുക്ക് ആവശ്യമുള്ള ലിങ്കുകളായിരിക്കും, ചിലത് അനാവശ്യമായിട്ട് നമ്മളെ തട്ടിപ്പിലേക്ക് കൊണ്ടുപോകുന്ന ലിങ്കുകളായിരിക്കും. നമ്മൾ സാധാരണ ഇത് ചെയ്യുക, നമ്മൾ ഇതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ലിങ്കിലേക്ക് കയറുന്നത്. പക്ഷേ നമുക്കത് പല തട്ടിപ്പുകളിലേക്കും നമ്മളെ OTP നമ്പർ പോകുന്നു, അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിൽ നിന്ന് പൈസ പിൻവലിഞ്ഞു പോവുക, അല്ലെങ്കിൽ നമ്മുടെ സൈറ്റ് മൊത്തം ഹാക്ക് ചെയ്യുക, ഫോൺ ഹാക്ക് ചെയ്യുക, ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തട്ടിപ്പൊക്കെ തടയാൻ വേണ്ടിയിട്ട് നല്ലൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫോണിലുള്ള ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യേണ്ടത്, സെർച്ച് വേർഡിൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് ട്രാൻസ്പറൻസി എന്നൊന്ന് ടൈപ്പ് ചെയ്യാം. നമ്മുടെ ഗൂഗിൾ ക്രോമിൽ സെർച്ച് ഓപ്ഷനിൽ ട്രാൻസ്പറൻസി, സ്പെല്ലിംഗ് തെറ്റാതെ ടൈപ്പ് ചെയ്യുക. ട്രാൻസ്പറൻസി റിപ്പോർട്ട് .google.com അതാണ് സൈറ്റ്. കൃത്യമായിട്ടൊന്ന് എഴുതി വെച്ചോളൂ, മറന്നു പോകണ്ട. ട്രാൻസ്പറൻസി റിപ്പോർട്ട് .google.com എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നൊരു സൈറ്റാണ്, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ട്രാൻസ്പറൻസി റിപ്പോർട്ട് .google.com കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു സൈറ്റിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ കാണിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സേഫ് ബ്രൗസിംഗ് സൈറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഗൂഗിൾ എന്താവുന്നുണ്ട്, എല്ലാ സൈറ്റുകളും ദിവസവും ലക്ഷക്കണക്കിന് ഇതേപോലുള്ള URL-കൾ, വെബ്സൈറ്റുകളുടെ അല്ലെങ്കിൽ ആപ്സിൻ്റെയൊക്കെ ഇതേപോലുള്ള URL-കൾ ചെക്ക് ചെയ്തിട്ടാണ് ഓരോരോ റിസൾട്ടും നമുക്ക് തരുന്നതെന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ചെക്ക് സൈറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന് തൊട്ടടുത്തൊരു സെർച്ച് ചെയ്യാനുള്ളൊരു ഐക്കണും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ലിങ്കുകൾ നമുക്ക് വരികയാണെങ്കിൽ നമ്മളൊന്ന് ചെയ്തു നോക്കേണ്ടത്, ആദ്യമായി ചെയ്തു നോക്കേണ്ടത്, നമ്മൾ ഈ ഒരു മെസ്സേജ് ഓപ്പൺ ചെയ്യുക. ഇതുപോലുള്ള ലിങ്കുകൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് കോപ്പി ചെയ്യുക. നമുക്കൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് പ്രസ് ചെയ്തിട്ട് നമുക്ക് മുകളിൽ കാണുന്ന കോപ്പി ബട്ടണിൽ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. അങ്ങനെ കോപ്പി ചെയ്തിട്ട് നമുക്ക് ഈ ലിങ്ക് ഒന്ന് നമുക്ക് ഈ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ചെക്ക് സൈറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒന്ന് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ സെർച്ച് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചില സമയത്ത് സെർവർ കുറച്ചൊരു ബിസി ആവുന്ന സമയത്ത് കുറച്ചൊരു ടൈം എടുക്കാറുണ്ട്. അല്ലാത്ത സമയങ്ങളിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് തരും. ഞാനൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുകയാണ്. റിഫ്രഷ് ചെയ്ത് ഞാനൊന്നുകൂടി ഒന്ന് ടൈപ്പ് ചെയ്യാണ്. ടൈപ്പ് ചെയ്ത സാധനം ഞാനത് പേസ്റ്റ് ചെയ്യാണ്. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ആ സെർച്ച് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. എന്താണ് സ്റ്റാറ്റസ് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ചില സമയത്ത് സെർവർ എറർ കാണിക്കാറുണ്ട്. ഇവിടെ നമുക്ക് ഇപ്പോൾ കാണിക്കുന്നത് കറണ്ട് സ്റ്റാറ്റസ് കാണിക്കുന്നത് നോ അവൈലബിൾ ഡാറ്റ എന്നാണ് കാണിക്കുന്നത്. നമുക്ക് ഒന്നുകൂടി ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് ഒന്നുകൂടി കൊടുത്തു നോക്കാം. കൃത്യമായിട്ട് കാണിക്കും. കാരണം സെർവർ ബിസി ആവുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. നമുക്ക് ഒന്നുകൂടി സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് കറണ്ട് സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സൈറ്റ് ഇൻഫോ മേലെ കൃത്യമായിട്ട് പറയുന്നത് നോ അൺസേഫ്, കണ്ടില്ലേ. ഇവിടെ അൺസേഫ് ആയിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ ഏതൊരു ലിങ്കും ഏതൊരു മെസ്സേജിൽ നിന്ന് അല്ലെങ്കിൽ ഏതൊരു കമ്പനീൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു സൈറ്റിൽ നിന്ന് കിട്ടുന്ന ലിങ്കുകളാണെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ നമുക്ക് ഈ വെബ്സൈറ്റിൽ, അതായത് transparency.google.com എന്ന് പറഞ്ഞിരിക്കുന്ന ഈ വെബ്സൈറ്റിൽ പോയിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ജെന്യൂൻ ആണോ, അതായത് കൃത്യമായിട്ടുള്ള വെബ്സൈറ്റ് ആണോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ആ ഒരു ഡേറ്റ് പറയുന്നുണ്ട്.
അതായത് ഇന്നാണ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നതെങ്കിൽ ഇന്നത്തെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് അപ്ഡേഷൻ വരുന്ന സമയത്ത് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ഓരോ ദിവസങ്ങളിലും നമുക്ക് വരുന്ന കാര്യങ്ങൾ, അതായത് ഒരു മാസം മുന്നത്തെ ഒരു ലിങ്ക് എടുത്ത് ഇവിടെ കോപ്പി ചെയ്തിട്ട് കാര്യമില്ല. ഇന്നാണ് നമുക്ക് ആ മെസ്സേജ് വന്നതെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് സെർച്ച് ചെയ്യേണ്ട അത്യാവശ്യമാണ്. ഓക്കെ, എങ്ങനെയുണ്ട്? നല്ല അടിപൊളി ഉപകാരപ്രദമായ വീഡിയോ അല്ലേ? ഇതുപോലുള്ള നല്ല നല്ല അടിപൊളി ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ഞാൻ എല്ലാ ദിവസവും നിങ്ങൾക്കായി ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ? ലൈക്ക് ചെയ്യാതെയാണ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ അന്ന് സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടത്തിൽ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഒന്ന് എത്തിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഷെയർ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല അടിപൊളി ഇൻഫോർമേറ്റീവ് ഉള്ള വീഡിയോസുമായി ഇനിയും വരുന്നുണ്ട്. അതുവരെ ബൈ ബൈ.